അപ്പോൾ എങ്ങനെയുണ്ട് ചൂടൊക്കെ? ഇവിടെ നല്ല പൊരിഞ്ഞ ചൂട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ ചൂട് ഒമാനിലാണെന്നാണ് ഇപ്പോഴത്തെ റെക്കോർഡ് അനുസരിച്ച്. പക്ഷേ സലാലയിൽ അത്രയ്ക്കൊന്നും ചൂടില്ല, പക്ഷേ എന്നാലും ഉണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ്. പുറത്തോട്ടിറങ്ങുമ്പോഴേ നമ്മൾ കരിഞ്ഞു പോകുന്ന പോലെ തോന്നും കേട്ടോ. അങ്ങനെ പുറത്തുനിന്ന് വന്നപ്പോൾ കരിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ കരിക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അടിപൊളി കരിക്കായിരുന്നു. അപ്പം തന്നെ അരയ്ക്കാറുള്ള പരിവൊന്നും ആയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് പൊട്ടിച്ച് അപ്പോൾ തന്നെ കഴിപ്പും കഴിഞ്ഞു കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് വീട്ടിലെ കാര്യം ഓർമ്മ വരും കേട്ടോ. ഞങ്ങൾ എവിടെ നിന്ന് വന്നാലും പപ്പ ഞങ്ങൾക്ക് വേണ്ടി കരിക്കിട്ട് തരുമായിരുന്നു കേട്ടോ. ക്ഷീണിച്ചൊക്കെ വരുന്നെങ്കിൽ പപ്പ ഒരു കരിക്കിടും. ആ കരിക്ക് കഴിക്കുമ്പം എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടാത്ത കാര്യങ്ങൾക്ക് എപ്പോഴും 10 മടങ്ങ് മധുരമാണല്ലോ. കരിക്കൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരത്തില്ലല്ലോ. നമ്മുടെ എല്ലാ വീടുകളിൽ തന്നെ കരിക്കും തേങ്ങയൊക്കെ കാണും. ഇവിടെ ഇങ്ങനെ സലാലയിലും ഗൾഫാന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തെങ്ങും തേങ്ങയും കരിക്കും ഒക്കെ സുലഭമായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ വണ്ടിയിലൊന്ന് പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണോ നമ്മൾ ചെന്ന് നിന്ന് സംശയം തോന്നുമാറുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കേരളത്തിൻ്റെ ഒരു മിനി വെർഷനാണ് ഇവിടെ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇവിടെ സമ്മർ തുടങ്ങിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇവിടെ ഖരീഫ് സീസണാണ്. ഖരീഫ് സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മൺസൂൺ കാലമാണ് കേട്ടോ. ഖരീഫ് സീസൺ ആയാൽ പിന്നെ സലാല പച്ചപ്പണിഞ്ഞ സുന്ദരിയാകും. അപ്പോൾ ആ സുന്ദരിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അയൽ നാട്ടുകളിൽ നിന്നും അത് വേറെ GCC കൺട്രീസിൽ നിന്നും ഒക്കെ തന്നെ ആളുകളോട് വന്നു വിടും. അപ്പോൾ ഏറ്റവും കൂടുതൽ പൊടി പിടിക്കുന്ന ഒരു ബിസിനസ്സും ഇത് തന്നെയാണ് കേട്ടോ, ഈ കരിക്കിൻ്റെ വിൽപ്പന. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.